അപ്പോൾ ഇന്ന് രാവിലെ ഈ പൊതുസ്ഥിതി വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി നമ്മൾ കണ്ടതിന് ശേഷം പിന്നീടുള്ള മണിക്കൂറുകളിൽ കൺട്രോൾ റൂമിൽ ധാരാളമായിട്ട് ഫോൺ കോളുകൾ ലഭിച്ചിരുന്നു. അതുകൂടാതെ സർവൈലൻസ് ടീമിൻ്റെ ഭാഗമായി അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആളുകളെ സമ്പർക്ക പട്ടികയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 246 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. അപ്പോൾ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രോഗലക്ഷണങ്ങളുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ ആദ്യം എടുക്കും. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിളുകൾ, അത് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരുടെ തന്നെ വിവിധ ഘട്ടങ്ങളിലായിട്ട്, അതായത് രോഗലക്ഷണങ്ങളുള്ളവരുടേത് ആദ്യം എടുക്കും, പിന്നെ രോഗലക്ഷണങ്ങളില്ലാത്തവരുടേത് പിന്നീട് എടുക്കും. ആ രീതിയിൽ ഒരു പ്ലാനിങ്ങോടുകൂടി അവരുടെ സാമ്പിളുകളും എടുക്കും. നമ്മുടെ സജ്ജീകരണങ്ങൾ കൂടാതെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് ലാബുണ്ട്, അതുകൂടാതെ ട്രൂനാറ്റ് സംവിധാനങ്ങളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PCR ചെയ്യാൻ കഴിയും. IAVയിൽ തോന്നയ്ക്കലുള്ള IAVയിൽ അവർ PCR ചെയ്യുന്നുണ്ട്. അതുകൂടാതെ NIV പൂനെയുടെ ഒരു മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതുകൂടി ഇവിടെ എത്തിച്ചേരും. അപ്പോൾ കൂടുതലായിട്ട് സാമ്പിളുകൾ നമുക്കിവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. നമ്മുടെ കേരളത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ അധികമായിട്ട് മൊബൈൽ ലാബ് കൂടി പൂനെയിൽ നിന്ന് എത്തുന്നുണ്ട്. ഇതുകൂടാതെ ഇടാനന്തരമുള്ള സർവേ നടത്തുന്നുണ്ട്. അത് ആരോഗ്യ വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രതിനിധികൾ കൂടി ഈ സർവേയുടെ ഭാഗമാകും. ഇതുകൂടാതെ അല്പസമയത്തിനകം പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുമായിട്ട് ചർച്ച ജില്ലാതലത്തിൽ നടത്തുന്നുണ്ട്. ഇന്നലെ പ്രാദേശികമായി മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് ഐസൊലേഷനിലുള്ള കുടുംബങ്ങൾക്ക് അവർക്ക് പുറത്ത് ഇറങ്ങി കടകളിൽ പോയി സാധനം വാങ്ങിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റു മരുന്നോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വോളണ്ടിയേഴ്സിനെ പഞ്ചായത്ത് തലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ മീറ്റിങ്ങിൽ ഒരിക്കൽ കൂടി ഉറപ്പാക്കും. അതുകൂടാതെ ഈ വീടുകളിൽ മറ്റ് കന്നുകാലികൾ അങ്ങനെയുള്ള പെറ്റ് ആനിമൽസൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്ക് ആഹാരം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രി വൈകി അതിന് മുൻപും നമ്മൾ കണ്ടതിന് ശേഷം ഈ പഞ്ചായത്തുകളിൽ അനൗൺസ്മെൻറ്റ്സ് നടത്തിയിരുന്നു. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടാതെ ജില്ലാ പോലീസ് മേധാവി ഈ പ്രദേശങ്ങളിൽ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല നിലയിൽ ആളുകൾ സഹകരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് ഈ പ്രദേശങ്ങളിലെ ആളുകളോട് നന്ദി പറയുന്നു. തുടർന്ന് നമുക്ക് ഈ ഒരു നിപ്പയെ ഒരുമിച്ച് ശക്തമായി വിജയകരമായി നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഈ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. നല്ല നിലയിൽ തന്നെ ആളുകൾ ഈ ഒരു നമ്മുടെ പ്രവർത്തനങ്ങളോട് ഈ പ്രദേശങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന ആളുകൾ അതേ സമയത്ത് തന്നെയാണോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ട്. അതുകൂടാതെ ചികിത്സയ്ക്കെത്തിയ പ്രൈവറ്റ് ആശുപത്രികളിൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്നലെയാണ് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ചത്. നിപ്പ ബാധിച്ച 14 വയസ്സുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. 63 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. 2 പേരുടെ സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ സ്രവം ഉടനെ തന്നെ പരിശോധനയ്ക്ക് അയക്കും. ഹൈറിസ്ക് പട്ടികയിലുള്ള എല്ലാവരുടെയും സ്രവം പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാണ്ടിക്കാട്, ആനക്കയം ഈ 2 പഞ്ചായത്തുകളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് സർവേ നടത്താനും ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്.